ശാരദയുടെ റിവ്യൂ ആണ്. ഇന്ന് ശാലി താൻ എന്താണോ ശ്യാമയ്ക്ക് കൊടുത്ത വാക്ക് അത് അതുപോലെ തന്നെ പാലിച്ചിരിക്കുന്നു. നിന്റെ മോളെ ഞാൻ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും, ഇത് നിന്റെ കുഞ്ഞേച്ചിയുടെ വാക്കാന്ന് പറഞ്ഞു. ആ വാക്ക് കുഞ്ഞേച്ചി പാലിച്ചിരിക്കുന്നു. ശാലിനി സ്വന്തമായി തന്നെ മകളെ തിരക്കി ഇറങ്ങി. ശാലിനി എന്താണ് ദൈവത്തിനോട് പറയുന്നുണ്ട്, ദൈവമേ ഒരു നോക്ക് പോലും ഞാൻ നേരവേ കണ്ടിട്ട് പോലുമില്ല, ഒരിക്കലും കാണണമെന്ന് എത്ര ആഗ്രഹിച്ചിട്ട് പോലും ഞാൻ കാണണമെന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ ജീവിതവും എൻ്റെ സർവ്വതും ഞാൻ നിൻ്റെ കാൽക്കൽ എന്താണ് അടിയറവ് പറയുന്നു, നീ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണമേ. ഇന്ന് ഇപ്പം ഇവളെ തേടി ഇങ്ങനെ ഇറങ്ങേണ്ട വന്ന അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണെന്ന് പറഞ്ഞ് ശാലിനി കാറിൽ നിന്ന് ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും സത്യാമ്മയും വിഷ്ണുവും എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നു. വിഷ്ണു ഓരോ സ്ഥലത്ത് അന്വേഷിച്ച് നടക്കുന്നു. സത്യാമ്മയും രോഹിത്തും കൂടെ അന്വേഷിച്ച് നടക്കുന്നു. ഇവിടെ വീട്ടിനകത്താണെങ്കിൽ ശ്യാമയും മറ്റുള്ളവ എല്ലാവരും കൂടെ ടെൻഷനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. രാഘവേട്ടനാവട്ടെ പൊന്നിയാവട്ടെ എല്ലാവരും ടെൻഷനകത്തിരിക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശാലിനി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കൂട്ടമെന്ന് ഡ്രൈവറിനോട് ചോദിക്കുന്നു. അപ്പം ഡ്രൈവർ വന്നെങ്കിൽ അത് കുറച്ച് ഭിക്ഷക്കാരാന്ന് പറയുന്നു. അപ്പം ശാലിനി പറയുന്നത് അവിടെ നിർത്ത് ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഭിക്ഷക്കാർ നിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറി തന്നെ അവിടെ തന്നെയാണ് നമ്മുടെ പപ്പിമോൾ ഇരിക്കുന്നത്. പപ്പിമോളെ ആദ്യം ശാലിനി കണ്ടപ്പോഴത്തേക്ക് ഇതായി. ഉടനെ അവർ പറയുന്നു അത് എൻ്റെ കുഴന്ത എന്ന് പിച്ചക്കാരൻ ശാലിനിയോട് പറയുന്നത്. ഉടനെ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വന്ന് ശാലിനി എന്ത് ചെയ്യുന്നറിയോ, ഡ്രൈവർ നോക്കിയപ്പോഴത്തേക്കും ഡ്രൈവർ ശാലിനിയുടെ കയ്യിലേക്ക് ശാലിനിയുടെ ഗൺ കൊടുത്തു. ഗണ്ണെടുത്ത് നേരെ അവരുടെ നെറ്റിക്ക് വെച്ചിട്ട് ഇത് നിൻ്റെ കുട്ടിയാണോ എന്ന് പറഞ്ഞിട്ട് തറപ്പിച്ച് തന്നെ ചോദിക്കുന്നു. അവരെല്ലാവരും പേടിച്ചോടുന്നു. ഇവിടുന്ന് പൊയ്ക്കോണമെന്ന് ശാലിനി പറയുമ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ചോടുന്നു. അപ്പോഴത്തേക്കും പപ്പിമോളെ കാണുന്നു. കൊണ്ട് ചോദിക്കും, മോൾ എന്തിനാ ഇങ്ങനെ ചെയ്യാൻ പോയത്, മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ പോരായിരുന്നു. ആ ഒരു നിമിഷം നമുക്ക് കേൾക്കുമ്പോൾ പറയാം, അമ്മയോട് പറഞ്ഞാൽ പോരായെന്ന് പറയുന്നത് അമ്മ എന്ന് ശാലിനിയെ തന്നെയാണ് കുഞ്ഞിനോട് പറയുന്നത് എന്ന കാര്യം. പക്ഷേ എന്നിരുന്നാലും ശാലിനിക്ക് അതിയായ സങ്കടമുണ്ട്. കാരണം തൻ്റെ കുട്ടിയാണല്ലോ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശ്യാമ നോക്കാത്തതിൻ്റെ അല്ല, പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നെൻ്റെ സങ്കടമുണ്ട്. അത് പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ കുഞ്ഞല്ല എന്ന് എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് അമ്മയ്ക്കൊക്കെ വിഷമാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ശാലിനി മോളെയും കൊണ്ട് കാറി വെച്ച് മോളെ മടി തന്നെ വെച്ച് അത്രയും കെട്ടിപ്പിടിച്ച് ആ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ നമുക്കറിയാം ഒരു അമ്മയുടെ സ്നേഹം, ആ വാത്സല്യം, കരുതൽ ഇത്ര നാൾ കണ്ടിട്ടില്ലെങ്കിലും ആ കുഞ്ഞിനോടുള്ള ശാലിനി ഉള്ളിൽ മറച്ചു പിടിച്ചിരിക്കുന്ന, തൻ്റെ സഹോദരിക്ക് വേണ്ടി മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഉടനെ തന്നെ ശാലിനി ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. ശാലിനി ഫോൺ വിളിച്ച് ശ്യാമയ്ക്ക് ഫോൺ അടിക്കുമ്പോൾ ശ്യാമ ഇച്ചിരി മാറി ആ ഹാളിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. കണ്ടെത്തിയോ കുഞ്ഞേച്ചിയും ചോദിക്കാമല്ല കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കണ്ടെത്തി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വീട്ടിൽ എല്ലാവരോടും പറയുന്നു കുട്ടിയെ കണ്ടെത്തി. അപ്പം ആരാ മോളെ വിളിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഘവേട്ടൻ ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമ പറയുന്നുണ്ട്, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൾ പോകുന്ന വഴിക്കകത്ത് ഇങ്ങനെ പപ്പീനെ കണ്ടുപിടിച്ച് ഇപ്പം വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും അവരുടെ കാറിൽ എന്ന് പറയുന്നു. ഉടനെ തന്നെ ശ്യാമ എന്ത് ചെയ്യുന്നുണ്ട്, വിഷ്ണുവിനെ ആവട്ടെ രോഹിത്തിനെ ആവട്ടെ എല്ലാവരും വിളിച്ച് പറയുന്നു. അപ്പം എല്ലാവർക്കും കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് സമാധാനമായി. അപ്പം സത്യം ചോദിക്കുന്നുണ്ട്, ഇത് ആരാ കണ്ടുപിടിച്ച് കൊടുത്തതെന്ന് ചോദിക്കുന്നത്. അപ്പം ശ്യാമയുടെ ഫ്രണ്ടാണ്, എങ്ങനെയായാലും കണ്ടല്ലോ, സമാധാനമായി എന്ന് എല്ലാവരും പറയുന്നു. അപ്പം ഇപ്പം ആ ഫ്രണ്ട് കൊണ്ടുവന്ന് കുട്ടിയെ നമ്മുടെ വീട്ടിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് വേഗം വിട്ടു പോകാം രോഹിത്, അപ്പോഴത്തേക്ക് ആ ഫ്രണ്ടിനെ കണ്ടൊന്ന് നന്ദിയും കൂടെ പറയാമല്ലോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഇവരൊക്കെ വീട്ടിൽ വന്ന് എത്തുന്നതിന് മുന്നേ തന്നെ ശാലിനി വീട്ടിൽ വന്ന് എത്തിക്കഴിഞ്ഞു കുഞ്ഞുമായിട്ട്. അങ്ങനെ ശ്യാമ കാത്തു നിൽക്കുവാണ് പുറത്ത്, ശാലിനി വരുന്നതും കാത്തു നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ശാലിനി എന്ത് ചെയ്തു, ശ്യാമയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചു. ഉടനെ ശ്യാമ പറയുന്നു, കുഞ്ഞേച്ചി എന്നോട് പൊറുക്കണം, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്, എൻ്റെ കൈ ഞാൻ മനഃപൂർവ്വം നോക്കാതിരുന്നല്ല, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ കേട്ടോ എന്ന് ശ്യാമ പറയുന്നു. ഉടനെ ശാലിനി പറയുന്നു, എല്ലാവരും അറിയാതെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ എന്നിരുന്നാലും എല്ലാവരും പറയാതെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്താൽ ആർക്കും ഇടയിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ ഇരിക്കും എന്ന് ശാലിനി ശ്യാമയോട് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ശാലിനിക്കുള്ള വിഷമം. തൻ്റെ കൂടപ്പിറപ്പിന് ഒരു ബുദ്ധിമുട്ട് വല്ല തൻ്റെ സങ്കടപ്പെടാൻ പാടില്ല, തൻ്റെ കൂടപ്പിറപ്പിനൊരു വിഷം വരാൻ പാടില്ല എന്ന് ശാലിനിയുടെ മനസ്സിലുണ്ടെങ്കിലും താൻ എത്ര പറഞ്ഞാലും ശാലിനി ഒരു അമ്മയല്ലേ. അമ്മ എന്ന സ്ഥാനവും കൂടപ്പിറപ്പ് എന്ന സ്ഥാനവും വെച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ഏത് വ്യക്തിക്കും അമ്മ എന്ന് തന്നെയല്ലേ വലിയ കരുതൽ. അപ്പോൾ അമ്മയുടെ കരുതലാണ് ശാലിനിയുടെ ഹൃദയം നിറയെ മുൻതൂക്കത്തിൽ നിൽക്കുന്നതെന്നറിയാം. പക്ഷേ എന്നിരുന്നാലും ശാലിനി അതെല്ലാം കടിച്ച് പിടിച്ചെന്താണ് ശ്യാമയുടെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിക്കുവാണ്. അപ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, നീ ഇനി ഇവളെ തല്ലാനൊന്നും നിൽക്കല്ലേ, അതെനിക്ക് ആലോചിച്ച് സഹിക്കാൻ പറ്റില്ല, എൻ്റെ നെഞ്ച് പൊടിഞ്ഞു പോകുമെന്ന് ശാലിനി കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശാലിനി പോവുക, എന്നാൽ ശരി ഞാൻ പോകുമെന്ന് പറയുമ്പോഴത്തേക്കും പപ്പി കയറി ശാലിനിയുടെ കൈ പിടിച്ചിട്ട് പറയും, ആൻറ്റി പോവണ്ട, ഇപ്പം പോകണ്ട, ഇവരെല്ലാവരെയും കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ശാലിനിക്ക് നിസ്സഹായാവസ്ഥയായിപ്പോയി. വീണ്ടും അത് തന്നെ പപ്പി ആവർത്തിക്കുന്നു. അപ്പം പപ്പിയെ വിട്ട് പോകാനും ശാലിനിക്ക് യഥാർത്ഥത്തിൽ മനസ്സില്ല. എന്നിരുന്നാൽ പപ്പീൻ്റെ കൂടെ അവിടെ നിന്നാൽ എല്ലാവരും കാണുമല്ലോ എന്നതിൻ്റെ ഒരു വിഷമവും എല്ലാം ഉണ്ട്. ശാലിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ശ്യാമ തന്നെ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി പോയിക്കോ, ഞാൻ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്.
ശാലിനി മനസ്സില്ലാ മനസ്സോടെ തന്നെയാണ് അവിടെ നിന്നാണ് കുട്ടിയെ ശ്യാമയെ ഏൽപ്പിച്ചിട്ട് വരുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം അതിനുശേഷം എന്താണ് സത്യഭാമയും എല്ലാവരും വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്കും എന്താണ് എൻ്റെ പൊന്നെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നു. പക്ഷെ ആരും വഴക്കൊന്നും പറയുന്നില്ല. അപ്പം എന്താണ് വിഷ്ണു വന്നിട്ട് എന്താണ് ആദ്യം തന്നെ രോഹിത് എടുത്ത് കുഞ്ഞിനെ അച്ഛൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് വിഷ്ണു പറയുന്നുണ്ട് പപ്പ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും വിഷ്ണു നമ്മൾ വിചാരിക്കും വഴക്ക് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ കാണിച്ചത്, എല്ലാവരും എന്തുമാത്രം പേടിച്ചെന്നറിയാമോ മോളെ എന്നൊക്കെ വിഷ്ണുവും പപ്പിയോട് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ട് നിന്നിട്ട് സത്യഭാമയുടെ മടിയിലേക്ക് പോയി ഇരിക്കുവാണ് പപ്പി. അപ്പം സത്യഭാമ മടി വെച്ച് കൊഞ്ചിച്ചുകൊണ്ട് തന്നെ എന്നാലും എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ എന്ന് സത്യഭാമ പറയുമ്പോഴത്തേക്ക് പറയുന്നു, അത് പിന്നെ എല്ലാവരും എന്താണ് ഞാനിവിടുത്തെ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ, അപ്പം ഞാനിവിടുത്തെ കുട്ടി അല്ലായിരിക്കും, എന്താണ് നീയാണ് സത്യഭാമയുടെ സ്വത്ത്, നീയാണ് സത്യഭാമയുടെ ഐശ്വര്യം ഭാഗ്യം എന്നൊക്കെ സത്യഭാമ കുറേ പപ്പയെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കുട്ടിക്ക് മനസ്സിലേക്ക് എന്താണ് കയറുന്നില്ല. പറയുന്നത് അങ്ങനെ ആണെങ്കിൽ സത്യഭാമ പറഞ്ഞിട്ട് എന്താ, സത്യഭാമ പറഞ്ഞിട്ട് എന്താ ആരും വിശ്വസിക്കാത്ത, ഞാനിവിടുത്തെ കൊച്ചാന്ന് പറഞ്ഞിട്ട് എന്താ ആരും അതൊന്നും വിശ്വസിക്കാത്ത, എല്ലാവരും അല്ല എന്നാണല്ലോ പറയുന്നത്, നമ്മൾ പറയുന്ന കള്ളമാണ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മോളല്ല എന്നാണല്ലോ പറയുന്നതെന്ന് ആ പരാതിയും പരിഭവം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ സീരിയൽ അവസാനിച്ചിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താവും നമുക്ക് നോക്കാം. താങ്ക് യു. എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, ഷെയർ ചെയ്യൂ കൂടുതലായിട്ട്. താങ്ക് യു.